കാലാകാലങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ തന്ത്രം പുലർത്താൻ പിണറായിക്ക് അറിയാം. അതുകൊണ്ടാണ് പിണറായി അധികാരത്തിൽ തുടരുന്നത്. 2016 ഉമ്മൻചാണ്ടിയുടെ അഴിമതിക്കെതിരെ, സോളാർ അടക്കമുള്ള വിഷയങ്ങൾക്കെതിരെ ജനവികാരം ഉയർത്തി പ്രൊപ്പഗണ്ട രാഷ്ട്രീയത്തിലൂടെയാണ് അധികാരത്തിൽ വന്നത്. അന്ന് മുതൽ മോദി വിരുദ്ധ നിലപാട് പരസ്യമായി എടുത്ത് മോദി വിരുദ്ധ മുസ്ലിം വോട്ടുകൾ ചേർത്ത് പിടിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു. പിന്നെ കോവിഡ് എന്ന ദുരന്തവും മുസ്ലിം പ്രീണനവും ഒക്കെ 2021 വീണ്ടും ഭരണമുറപ്പിക്കാൻ കാരണമായി. മാത്രമല്ല കേരള കോൺഗ്രസിനെ കൊണ്ടുവന്ന് ക്രിസ്ത്യൻ വോട്ടും ഉറപ്പിച്ചു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ. PV അൻവറിനെ കൊണ്ട് ഈ നാടിനുണ്ടായ ഏക ഗുണം അതാണ്. മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുകയായിരുന്നു പിണറായി എന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ ഒന്നടങ്കം പിണറായി വിരുദ്ധരായി. അതൊരു മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുന്നു. ഇനി അത് തിരിച്ചു പിടിക്കാം എന്ന പ്രതീക്ഷ പിണറായിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹിന്ദു പ്രീണനത്തിലേക്ക് പതിയെ പതിയെ പിണറായി മാറുന്നുണ്ട്. വലിയ സൂക്ഷ്മതയോടെയാണ് പിണറായി കരുക്കൾ നീക്കുന്നത്. ഒരു പക്ഷേ BJPയുമായി പരസ്യമായ സഖ്യത്തിൽ ഏർപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. BJP വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് പിണറായിയും CPM-ഉം എടുക്കുന്നത് മുസ്ലിം വോട്ട് ലാക്കാക്കി മാത്രമായിരുന്നു. മുസ്ലിം വോട്ട് കിട്ടാത്ത പശ്ചാത്തലത്തിൽ വെറുതെ അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ട എന്ന് പിണറായി തീരുമാനിച്ചാൽ അതനുസരിക്കാൻ ഇവരെല്ലാം ബാധ്യസ്ഥരാകും.